എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊറോട്ട പോലെ തന്നെ വീട്ടിലും നല്ല സോഫ്റ്റായിട്ട് പൊറോട്ട ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നൂൽ പൊറോട്ടയുടെ റെസിപ്പിയാണ്. പൊറോട്ടയുടെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, പക്ഷേ ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ വല്ലപ്പോഴും ഒരു പൊറോട്ട കഴിക്കാൻ തോന്നിയാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ബിൻസീസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്, കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ പൊറോട്ട നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. വെജിറ്റേറിയൻസിന് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മുട്ട ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആകും. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് തന്നെ. അപ്പോൾ തൈരും ബേക്കിംഗ് സോഡയും കൂടി ചേർന്നിട്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആകും. അതിന് വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള പാൽ വെച്ചിട്ടാണ് ഇത് ഇനി കുഴയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നിന്ന് കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് നമ്മൾ കുഴയ്ക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴത്തേക്കും ഇതിലെ ഗ്ലൂട്ടനൊക്കെ ഇറങ്ങിയിട്ട് മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പൊടി വിതറിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റും മയമുള്ള പൊറോട്ട നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണ കൂടി ഒന്ന് തടവിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പൊറോട്ട നമ്മളൊരു 1 മണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം വീണ്ടും എണ്ണ കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളുടെ പൊറോട്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് എണ്ണ കൂടി തടവിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പൊറോട്ടയുടെ മാവ് ഇപ്പോൾ 1.5 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് വളരെ സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടി പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുപ്പത്തിൽ ഉരുട്ടുക. അതിനുശേഷം നല്ല സ്മൂത്തായിട്ടുള്ള റൗണ്ടായിട്ട് നമ്മളിത് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ കൈക്കുള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകൾ കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ മാവ് മുഴുവനായിട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് വെച്ചിട്ട് എനിക്കൊരു 7 പൊറോട്ട കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്താം. അതിന് മുന്നായിട്ട് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്തതാണിത്. ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തടവിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഓരോ ഉരുളകളായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ റോളറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന റോളർ എടുത്താൽ മതി. അതിൽ കൂടി കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ തടവിന് ശേഷം ഓരോ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ മാക്സിമം പരത്താവുന്ന അത്രയും നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കൂടുതൽ പരത്താനായിട്ട് പറ്റും. നമ്മളിത് വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകും. അപ്പോൾ മാക്സിമം അത് തിന്നായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എണ്ണ തടവിയത് കാരണം ഇത് കൗണ്ടർ ടോപ്പിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന നെയ്യും എണ്ണയും കൂടിയിട്ടുള്ള മിക്സ്ചർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ നമ്മൾ ഇതിനെ ഇങ്ങനെ നൂൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നല്ല ലെയറായിട്ടുള്ള നൂൽ പൊറോട്ട നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ നല്ല കട്ടിയാകും, ചിലപ്പോൾ നല്ല മയവും കാണില്ല. അപ്പോൾ ഇത് നല്ല മയത്തിലുള്ളൊരു പൊറോട്ടയാണ്. അപ്പോൾ ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ തിന്നായിട്ട് നൂൽ പരുവത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ നെയ്യും എണ്ണയും കൂടെയുള്ള മിക്സ്ചർ ഇതുപോലെ തടവി കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് നെയ്ക്ക് പകരം ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്, ഡാൽഡയും യൂസ് ചെയ്യാം. അപ്പോൾ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് രണ്ട് സൈഡിൽ നിന്നും അകത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് നടുഭാഗത്തേക്ക് ഇതുപോലെ ചെയ്തിട്ട് എടുക്കുക. എണ്ണ പുരട്ടിയിരിക്കുന്ന കാരണം നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു നീളത്തിലുള്ള മാവിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ മുറിച്ചു കൊടുക്കാറില്ല. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇത് റോൾ ചെയ്യുക. അവസാനം വരുന്ന എൻഡ് നിങ്ങൾ അകത്തേക്ക് ചുരുട്ടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ പൊറോട്ടയുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയൊക്കെ എടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഓൾറെഡി ചുറ്റിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ടയുടെ മാവ് എടുത്തിട്ട് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് കൈവച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചപ്പാത്തിയുടെ റോളർ വെച്ച് ചെയ്താൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ലെയറായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇത് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പൊറോട്ട നല്ല ലെയറായിട്ട് ഇരിപ്പുണ്ട്.
നല്ല നൂൽ പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ പൊറോട്ട ചുടാൻ ഉദ്ദേശിക്കുന്ന പാൻ അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് അതിലേക്കിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ കുറച്ച് എണ്ണ തടവി നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ പാനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതെടുക്കാം. പക്ഷേ ഇരുമ്പ് പാനാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് ആകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യോ എണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കുറച്ചുകൂടെ സ്പീഡായിട്ട് ഇത് കുക്കാകും. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ നെയ്യൊക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇപ്പോൾ തന്നെ കണ്ടോ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് ഏകദേശം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊറോട്ടകളും ചുട്ടെടുക്കുക. നിങ്ങൾ പ്ലേറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് വിട്ടു പോകാതെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നല്ല മയമുള്ള പൊറോട്ടയാണിത്. അപ്പോൾ എണ്ണ കൂടെ തടവി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെയാണ് ഇരിക്കുന്നത്. ഇതിനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പൊറോട്ടയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു നൂൽ പരുവത്തിൽ മുഴുവനെ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനായി മനസ്സിലാകും എല്ലാം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല സോഫ്റ്റാണ്, നല്ല മയമുള്ള പൊറോട്ടയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നൂൽ പൊറോട്ട തയ്യാറാക്കി എടുത്തു. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഓരോന്നായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ മുഴുവനും ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള നൂൽ പൊറോട്ട നമ്മൾ തയ്യാറാക്കി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.